അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഞാൻ റഹ്മാൻ പൊന്നാനി. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരുത്തന് ലണ്ടനിൽ നിന്ന് കണ്ടപ്പോൾ ഒരു അറിവും വിവേകമുള്ള ഒരു പാകിസ്ഥാനി ഈ യുക്തിവാദിയായ ആരിഫ് ഹുസൈനെ ഓടിച്ച ഒരു വിഷയം ഇന്നലെ മൊത്തം യൂട്യൂബിലും ഫേസ്ബുക്ക് എല്ലാത്തിലും ആ ചർച്ചയായിരുന്നു. കുറേ നാളുകളായി ഇവന് ഇസ്ലാം മതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ലൈവായിട്ടൊക്കെ വന്നിട്ടാ പറയാൻ, ഇസ്ലാം കുളം തോണ്ടിയ എല്ലാ നാട്ടിലും ഞാൻ പോയിട്ട് അങ്ങനെ വലുത്തും പിണ്ണാക്കുന്നൊക്കെ. ഇവനിവിടെ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമിൽ ഇന്ത്യൻ്റെ ഒരു പതാക ഒരു ഭാഗത്ത്, അപ്പുറത്ത് ഇസ്രായേലിൻ്റെ പതാക. പല ഭാഗത്തുനിന്നും ഇസ്ലാമിനെ കുറ്റം പറയുന്ന ഇതിൽ വെച്ചിട്ട് പണ്ടൊക്കെ വാങ്ങിയിട്ട് മൂപ്പര് ഇസ്രായേലിൽ പോയി അവിടെ കുറേ ജാട കാണിച്ച് ഇപ്പം അങ്ങനെ ലണ്ടനിൽ എത്തിയിട്ടുണ്ട് ആള്. ലണ്ടനിൽ ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. എല്ലാവരും കണ്ട ഒരു സംഭവമാണ് ഇന്നലെ. ഭയങ്കര വോട്ടാണ് അവിടെ ചെയ്ത്. അറിവും വിവേകമുള്ളൊരു പാകിസ്ഥാൻ്റെ മുമ്പിലാണ് ചെന്ന് പെട്ടത്. മൂപ്പര് എന്താണ് വിഷയം വെച്ചത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സ്വന്തം മകളെ പാപ്പാക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് വിവാഹം ചെയ്യാമെന്ന്. നല്ല ഒരു മനുഷ്യൻ്റെ അടുത്താണ് ചെന്ന് പെട്ടത്. മുപ്പൊരു മൈക്കൊക്കെ ഇട്ട് തൊപ്പിയിൽ കാഫറിനൊക്കെ എഴുതി വെച്ച് ഇസ്ലാം വളർന്നുകൊണ്ടാൻ വേണ്ടി പോയതാണ് മൂപ്പര്. അവിടുന്ന് നല്ല കിട്ടലാണ് കിട്ടിയത്. പാകിസ്ഥാൻ്റെ മുമ്പിലാണ്. അറിവും വിവേകം ഖുർആനൊക്കെ നന്നായി പഠിച്ച ആളെ മുമ്പിലാണ് ചെന്ന് പെട്ടത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എടാ നീ ആദ്യം മുസ്ലിമിനോട് ഇസ്ലാം സമൂഹത്തോട് മാപ്പ് പറയും, നീ കള്ളനാണ്, ഇല്ലാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചോണ്ടാ. മൂപ്പര് മൊബൈലെടുത്ത് നെറ്റില്ല ഒലക്ക ഓടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പല ആളുകൾ മൊബൈൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം കാണിച്ചു, ഞങ്ങളെ മൊബൈലിലൊക്കെ നെറ്റ് സൂപ്പറായിട്ടുണ്ട്, നോക്കുതിൽ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിൽ അള്ളാഹു പ്രത്യേകമായിട്ട് പല വകുപ്പുകളായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന അറിവ് നമുക്കുണ്ട്. അത് വാപ്പാടെ വിഷയത്തിൽ മാത്രമല്ല, രക്തബന്ധത്തിൽ അതോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവൻ്റെ വല്യാപ്പ ദജ്ജാൽ, ഫിറോന്, അബൂജാഹിൽ വിചാരിച്ചാലും നടന്നിട്ടില്ല. അല്ലെങ്കിൽ വിചാരിച്ചിട്ട് നടക്കാതെ അവരൊക്കെ പോയി. ഫിറോൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈജിപ്തിൽ. ഒരുപാട് ആളുകൾ ജനങ്ങൾ കണ്ടതാണ് ആ ബോഡി. ഒരു കെമിക്കൽ വിടാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനും കണ്ടു, പലരും കണ്ടിട്ടുണ്ട്. അവർക്ക് നടക്കാത്ത കാര്യമാണ്. മൂപ്പരൊരു മൈക്കും തൂക്കി ഒരു തൊപ്പിയും വെച്ച് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ് ഖുർആനും കളവാക്കി അള്ളാഹിനെയും ചിലപ്പം ഓനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ നീ ഇത്ര പോന്ന് നീ വിചാരിച്ചാൽ എന്താവേ പരിശുദ്ധ ഇസ്ലാം മതം ഇവിടുന്ന് ഇല്ലാതാവും വിചാരിച്ചാൽ? അത് അതിൻ്റെ സമയം അനുസരിച്ച് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. നീയല്ല നിന്റെ അപ്പൂപ്പം വിചാരിച്ചാൽ അതൊന്നും നടക്കൂല. മനസ്സിലായ? എന്തായാലും പാകിസ്ഥാനി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ये झूठा इंसान जिसने झूठ बोला, इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं। इससे पहले इसको ऐसा चैलेंज मिला नहीं। आज इसने गलती की, स्पीकर्स कॉर्नर लंदन आ गया। ये समझ रहा था मैं यहाँ के अपने झूठ बोलूंगा, मैं बकवास करूंगा और मुझे कोई चैलेंज नहीं करेगा। मैं इसको बोल रहा हूँ कि मुसलमानों से माफी मांगो। और ये झूठा इंसान जिसने झूठ बोला, इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं। ये साला पहले से ही झूठा है, इसको क्या समझाएगा? ये इस्लाम को तबाह करने निकला है। इसका जो खानदान में जो पैदा हुआ ना पहले, क्या बोलता है, फिरौन, अबू जाहिल, उससे नहीं हो सका। ये तो ये साला गंदी नाली का कीड़ा, ये क्या करेगा? ये कुछ नहीं कर सकता।
ये साला बहुत साल से, नहीं तो बहुत महीनों से इस्लाम को ख़त्म करने के लिए वो इसराइल जा रहा है, लंदन जा रहा है, किसी का पैसा बना के जा रहा है साला। इसका ही खानदान का लगता है साला, फिरौन अबू जहल बहुत है ना। നല്ല ആളെ ഇടയിലാണ് ചെന്ന് പെട്ടത്. എടാ നീയൊന്നും വിചാരിച്ചാൽ ഇസ്ലാമൊന്നും ഇല്ലാതാകാൻ പോണില്ല. നിന്റെ ആയുസ് വരെ നീ ഇങ്ങനെ ഉഡായിപ്പും പറഞ്ഞ് നടക്കും. ഖുർആൻ ശരിയല്ല, റസൂലിനെ പറ്റി കുറ്റം പറയേ, അള്ളനില്ലെന്നറിയേ. സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ സഹോദരന്മാരെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന സംഖ്യകളെ നിങ്ങൾ പറ്റിക്കണം. അവന് അള്ള ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലോകത്തിന് ഒരു പ്രപഞ്ചനാഥനില്ല എന്ന് ഒരൊറ്റ മതത്തിനെ അവൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ പറ്റിക്കാനാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലുള്ള ചില കാര്യങ്ങളൊക്കെ തൊപ്പിയിൽ അല്ലെങ്കിൽ ബനിയന്മേലൊക്കെ എഴുതിയിട്ട് ടീഷർട്ടിലൊക്കെ ഇട്ടിട്ട് അവൻ വന്നിട്ട് നിങ്ങളെ പറ്റിക്കണത്. സത്യം നിങ്ങളെ കൂടി പറ്റിക്കും. ഒരൊറ്റ മതത്തിൽ അവനക്ക് വിശ്വാസമില്ല. അപ്പം ഇസ്ലാമിൻ്റെ കുറ്റം പറഞ്ഞാൽ നല്ല മാർക്കറ്റാണ് എന്നുള്ളത് നിങ്ങളും വിവരമില്ലാതെ അവൻ്റെ കൂടെ കൂടിക്കാണ്. നിങ്ങളുടെ ഉദ്ദേശിച്ചത് തീവ്രമായി ഉള്ള സംഖ്യകളോടാണ് പറഞ്ഞത്. പിന്നെ കാസ അതുപോലെ തന്നെ ഇവൻ്റെ കൂടെ കുറേ ആളെ കൂടിയിട്ടുണ്ട്. കുറച്ച് സ്ത്രീകൾ കോളിംഗ് ക്ലാസ്സൊക്കെ വെച്ചിട്ട് ഇവൻ്റെ ലൈവിലൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കൂല. ഖുർആൻ അതിൻ്റെ അത് റബ്ബിൻ്റെ കയ്യിലാണ്. ഒരു പോറലതിന് സമ്മതിക്കൂല. മനസ്സിലായില്ലേ? ഖുർആനിൽ ഉണ്ടത്രേ പിതാവിന് മകളെ കല്യാണം കഴിക്കാന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് തെളിയിച്ചു കൊണ്ടുവരാ പറ്റില്ല. പിന്നെ പറഞ്ഞ ആ ഗ്രന്ഥത്തിലുണ്ട്, ഈ ഗ്രന്ഥത്തിലുണ്ട്. എടാ ആ ഗ്രന്ഥം വിട്, ഈ ഗ്രന്ഥം വിട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. അതിൽ കാണിച്ചോണ്ട, ഹദീസിലുണ്ടാ കാണിച്ചോണ്ട. ഇവിടെ ഇന്ത്യയിൽ വന്നുകാണ്ട് റൂമിൽ ഇരുന്നിട്ട് കോളിംഗ് പറഞ്ഞുകാണ്ട് ഈ ഏർപ്പാടാക്കിയ കുറെ ആൾക്കാരെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ കുളം തോണ്ടാൻ വിചാരിച്ചാൽ അത് നിന്റെ ചാവ് വരെ അവിടെ ഉണ്ടാവുള്ളൂ മോനെ. മനസ്സിലാടാ? നീയല്ല, നിന്റെ അപ്പൂപ്പനല്ല ഫിറോന്, അബുജാഹില്, മുഹീറ, അങ്ങനെ കുറെ ഉണ്ട്. നീ പേരെടുത്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. നീയൊക്കെ ഉണ്ടല്ലോ ആയുസ്, ഫിറോനിക്കൊക്കെ കൊടുത്ത ആയുസ് വരെ മൂസ നബിനായിട്ട് ഇങ്ങനെ മല്ലിട്ട്. അതുപോലെ ടൈമാണ് എനിക്ക്. അതുവരെ ഈ കളിക്കും. തൊപ്പി വിട്ട് പല കോലത്തിൽ വന്ന് വ്യാജ ആയുർവേദിക് ഡോക്ടർ എന്നും പറഞ്ഞു കണ്ട് അവിടുന്ന് പുറത്താക്കിയിട്ടാണ് ഇപ്പോൾ ഈ കളി കളിക്കുന്നത്. ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ കുറേ ആളുകൾ കേൾക്കാറുണ്ടല്ലോ. പല സ്ഥലത്തും ഇസ്രായേലിനൊക്കെ ഫണ്ട് വാങ്ങിയിട്ട് സാല ചൂത്യൻ സാല തെരെ കുത്തിന ദിമാഗ് നീ ഇസ്ലാം को तू खत्म करेगा, तेरा बाप से नहीं होकर साला. ഇവൻ്റെ മാതാപിതാക്കളൊക്കെ നല്ല ഇതാണ്. അവരെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രവാചകന്റെ മകനും ഭാര്യയും ചരിത്രം ഇതിന് പോയൊരു കാര്യം ഖുർആൻ പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സോറി, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലാണ് കൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അപ്പോൾ ആ കണക്കിന് ഇപ്പം എൻ്റെ മാതാപിതാക്കളെ നമുക്കൊന്നും പറയാൻ പാടില്ല. നല്ലവരായിരുന്നു. ഒരു ഉമ്മ പടത്താണ് മരിച്ചത്. ആ ഉമ്മ മരണപ്പെട്ടിട്ട് ചെറ്റ പറഞ്ഞ വർത്താനം എല്ലാവരും അറിഞ്ഞതാണ്. അത് കളിക്കല്ല, അധികം കളിക്കല്ലടാ. ഇനിയിപ്പോൾ ലണ്ടനിൽ വന്നാൽ ഇതാ ആ ഗ്രന്ഥത്തിൽ ആ മുസ്ലിം എഴുതിയിലെ മറ്റൊരു എഴുതിയില്ല. ആ എഴുത്തൊന്നും ഇവിടെ വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനും ഹദീസും വേണ്ട പ്രമാണം. അതിൽ ഇല്ലാത്തത് ഒക്കെ പറഞ്ഞു നടക്കണ നീയൊക്കെ പോയിട്ട് നാറോടാ. Even AI is not helping you. What's your name? What's your name? I don't know. ആരിഫ് ഹുസൈൻ പേര് മാറ്റടാ. കുറേ ദിവസം വന്ന് പറഞ്ഞിരുന്നല്ലോ സുന്നത്ത് ഇങ്ങനെ നടത്തുന്നത് എതിർത്തിട്ട്. നിന്റെ അച്ഛൻ ചെത്തിയിട്ടില്ലേ? പ്ലാസ്റ്റിക് സർജറി പോയിട്ട് അതൊന്ന് ഇതായിക്കാളാം. നീയൊന്നും വിചാരിച്ചാൽ നടക്കൂലടാ, ഒന്നും നടക്കൂലടാ. അന്നൊരു ടൈം തന്നതാണ്. ആ ടൈം എൻ്റെതായാലും അപ്പം പിടിക്കും. നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ, മറ്റുള്ള സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ഒരു സ്റ്റുഡിയം വെച്ച് മൂപ്പര് ഇസ്രായേലിനെ പതാകം വെച്ച്
നീ ഒന്നും വിചാരിച്ചാൽ നടക്കൂലടാ. നീ ഇവൻ്റെ ആളുകൾ വന്നിട്ട് ഇതിൽ തെറി കമ്പനി ഇട്ടാൽ ഈ വിഷയമുണ്ട് തിരിച്ച് അദ്ദേഹം അതിനാണ്ട് തെരുട്ടാ. ഓ പറഞ്ഞു നടക്കുന്ന കാര്യം അതിൽ പറഞ്ഞത്. അതുകൊണ്ട് വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട. ഇവ ലണ്ടനിൽ വന്നിട്ട് ഓൻ വെളുപ്പിക്കാൻ വരും. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓർക്ക് ഇഷ്ടമുള്ള ഓൻ്റെ കൂട്ടാളികളൊക്കെ ഖുറാന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് തെറ്റായ വചനങ്ങളൊക്കെ എഴുതി ചേർത്തിട്ട് തിരിച്ചു വെക്കുക. കണ്ട ഒന്നും അറിയാത്ത ആൾക്കാർ, കൂടുതലും തീവ്രമായി ചിന്തിക്കുന്ന സംഖ്യകളും കാശക്കാരൊക്കെ തന്നെ. പിന്നെ മുസ്ലിം സുഹൃത്തുക്കളെ ഓൻ്റെ കോയാക്കോളിങ്ങളിൽ വിളിക്കാൻ നിൽക്കണ്ട. വിളിക്കുമ്പോൾ നല്ല വിവരം ഉണ്ടാവണം. ഓൻ്റെ ചോദ്യത്തിന് ഇതുപോലെ മറുപടി കൊടുക്കാൻ പറ്റണം. എല്ലാവരും വിളിക്കുക. അല്ല ഓൻ എന്തെങ്കിലും തട്ടുത്തരം പറയുമ്പോൾക്ക് പകച്ച് നിൽക്കുന്ന അറിവിലേയും വിളിക്കാൻ നിൽക്കരുത്. പിന്നെ ബാക്കി ആളുകളൊക്കെ ഓരോ സപ്പോർട്ട് ആദ്യം പറഞ്ഞ കഥ തിരക്കഥൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ അഭിനയിച്ചിട്ട് വിളിക്കുന്നത്. ലണ്ടനും നല്ല കിട്ടി. ഞാൻ കുറച്ചേ കാണിച്ചുള്ളൂ, ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കണ്ടതാവുമല്ലോ. ഇവൻ മാത്രമല്ല, കുറെ ഉണ്ട്. ഇവൻ കുറെ അധികമായിട്ടാണ്. ഇവനെ ഇസ്ലാമിനെ തകർക്കും. അങ്ങനത്തെ ഒരു അള്ളയില്ല. എടാ നീ എന്താ വിചാരിച്ചത്? ലണ്ടനിൽ ഇസ്രായേലിൽ ഇനിയും പല സ്ഥലത്തും ആരാന്റെ പൈസ വാങ്ങി പറ്റിച്ചിട്ട് എല്ലാവരെയും മൂഞ്ചിച്ചിട്ട് വർഗീയത ഉണ്ടാക്കി ഓരോന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീയൊന്നും വിചാരിച്ചാൽ നിന്റെ അപ്പൂപ്പം വിചാരിച്ചാലൊന്നും നടക്കൂലടാ. ഇസ്ലാമിനെ തകർക്കാൻ പറ്റൂലടാ. മനസ്സിലായില്ലേ? നല്ലവരായ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ജീവിക്കുന്ന അവിടെ പോയിട്ട് വിത്തന ഉണ്ടാക്കി അവിടെ ഇല്ലാത്തത് പറഞ്ഞ് साला तेरे को शर्म आना चाहिए साला, तेरा नाम आरिफ हुसैन है साला, जिधर तू गया ना उधर ऐसा ही तेरे को मिलेगा मार. ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയൊക്കെ സംസാരത്തിൽ എല്ലാ പിഴവുകളും വന്നിട്ടുണ്ടെങ്കിൽ സദയം മാപ്പാക്കണം. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. ഈ മോൻ ലണ്ടനിൽ നിന്ന് വന്നാൽ ഇതിൻ്റെ അപ്പുറം പറഞ്ഞ് നടക്കും. നോക്കാം നമുക്ക്. മാസലാം.